ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. വെടിനിർത്തലിന് പിന്നാലെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന പാകിസ്ഥാൻ. മോദിയുമായി ചർച്ച നടത്താമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. DGMO തല ചർച്ച ഞായറാഴ്ച നടത്തുമെന്നും പാകിസ്ഥാൻ. തിരുവനന്തപുരം കൈമനത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. മരിച്ചത് കരുമം സ്വദേശി ഷീജ താമസിച്ചിരുന്നത് സുഹൃത്ത് സജി കുമാറിനൊപ്പം. മൃതദേഹം കണ്ടെത്തിയത് സജിയുടെ വീട്ടിന് സമീപത്തെ പറമ്പിൽ. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധു. സംസ്ഥാനത്ത് വീണ്ടും കോളറ മരണം. ആലപ്പുഴ കോളറ ബാധിച്ച ചികിത്സയിലിരുന്നയാൾ മരിച്ചു. മരിച്ചത് തലവടി നീരേറ്റുംപുറം സ്വദേശി രഘു. മലപ്പുറം കാളിക്കാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ച് വനംവകുപ്പ്. തെരച്ചിൽ 3 സംഘമായി തിരിഞ്ഞ് മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകളും ദൗത്യത്തിൽ. പ്രദേശത്ത് 50 ക്യാമറകൾ സ്ഥാപിച്ചു. കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ CISF ഉദ്യോഗസ്ഥർ കാറിച്ചത് കൊല്ലാൻ തന്നെയെന്ന് പോലീസ്. CISF ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താനുള്ള സാഹചര്യം പോലീസ് പരിശോധിക്കും. ഐവിൻ ജിജോയുടെ സംസ്കാരം ഇന്ന്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ബെയിലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ബെയിലിൻ ദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ. അറസ്റ്റിൽ സന്തോഷമുണ്ടെന്ന് മർദ്ദനമേറ്റ അഭിഭാഷക. സോഫിയ ഖുറേഷിക്കെതിരായ വിവാദ പരാമർശത്തിൽ BJP മന്ത്രി വിജയ് ഷായുടെ ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജി പരിഗണിക്കുക ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച്. മാധ്യമങ്ങൾ വിഷയങ്ങൾ വളച്ചൊടിച്ചെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യം. ഹർജിയിൽ ഇന്ന് വിശദമായ വാദം കേൾക്കും. ഇനി നോക്കാം സ്വർണ്ണം വെള്ളി നിരക്കുകൾ.